സ്നേഹം, ഭാര്യയോട് ക്ഷമിക്കുന്ന സ്നേഹം, ഭർത്താവിനോട് ക്ഷമിക്കുന്ന സ്നേഹം, ആമേൻ, സഹോദരനോട് ക്ഷമിക്കുന്ന സ്നേഹം, ശത്രുവിനോട് ക്ഷമിക്കുന്ന സ്നേഹം. അതാണ് അഗപ്പെ. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലെ നദി ഒഴുകുന്ന, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ എന്നിൽ നിന്ന് സ്നേഹത്തിന്റെ ഫലം അതാത് മാസം പുറപ്പെടും. അപ്പം പറയാമോ, ഒരു സഹോദരിയോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നതാണ് ദൈവസ്നേഹം. ഒരു സഹോദരൻ 2 പ്രാവശ്യം മിണ്ടിയില്ല, അതുകൊണ്ട് ഞാനും മിണ്ടില്ല എന്നാണോ? അല്ല, അതല്ല സ്നേഹം. അങ്ങോട്ട് കയറി എന്താ വിശേഷം, സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്നതാണ് യഥാർത്ഥ ഫലം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ജീവജല നദികൾ വ്യാപരിക്കുമ്പോൾ, ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി കരയുവാനും ഇടയാകും. അതാണ് ദൈവസ്നേഹം.